ഈ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഒരു വാർത്ത, പെഷാവർ അർദ്ധ സൈനിക വിഭാഗത്തിന്റെ ആസ്ഥാനത്ത് ചാവേർ ആക്രമണത്തെ തുടർന്ന് നടന്ന വെടിവെപ്പിൽ 3 സൈനികർ മരിച്ചു. ഭീകരാക്രമണമെന്നാണ് റിപ്പോർട്ട്. ഭീകരവാദികൾ സൈനികാസ്ഥാനത്തിനകത്തേക്ക് കയറിയതായി വിവരമുണ്ട്. പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ്. ജിഷ്ണു രവീന്ദ്രൻ വിശദാംശങ്ങളുമായി. ജിഷ്ണു, ഇത് അർദ്ധസൈനിക വിഭാഗത്തിന്റെ ആസ്ഥാനത്താണ്. ഭീകരാക്രമണം എന്നത് സ്ഥിരീകരിച്ചോ? കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായോ? തീർച്ചയായും അനുജ, ഭീകരാക്രമണം എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥരിൽ നിന്നും അതുപോലെ തന്നെ പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും വരുന്നത്. അതുമാത്രമല്ല, പെഷവാറിലെ FC ചൗക്കിലുള്ള ഈ ആസ്ഥാനത്തിൻ്റെ ഏറ്റവും മുന്നിലുള്ള ഈ എൻട്രൻസിലാണ് ആദ്യമായി ചാവേർ ആക്രമണം നടക്കുന്നത്. ആ ആക്രമണത്തിന് ശേഷമാണ് വെടിവെപ്പ് ഉണ്ടാകുന്നത്. അതിൽ 3 സൈനികർ കൊല്ലപ്പെടുകയായിരുന്നു. ഇത് ഇപ്പോൾ സ്ഥിരീകരിക്കാത്ത ഒരു വാർത്ത വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിന് പിന്നിൽ പാകിസ്ഥാൻ താലിബാൻ സംഘടനയായ ടെഹ്രിക്ക് താലിബാൻ തന്നെയാണ് എന്നുള്ള തരത്തിലാണ്. ഇത് അങ്ങനെയാണെങ്കിൽ ഇതൊരു തുടർച്ചയിൽ സംഭവിച്ചതാണ്. നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്രമണത്തിൻ്റെ തുടർച്ചയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പാകിസ്ഥാൻ ഭരണകൂടവുമായി പാകിസ്ഥാനി താലിബാൻ സംഘടന തുടർച്ചയായി ആക്രമണവും പ്രത്യാക്രമണവുമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഡൽഹിയിൽ സ്ഫോടനം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ ജില്ലാ കോടതിയും സെഷൻസ് കോടതിയും ഒക്കെ ഉൾപ്പെടുന്ന കോടതി സമുച്ചയത്തിൽ ഇതുപോലെ തന്നെ ഒരു സൂയിസൈഡ് ബോംബിംഗ്, ഒരു ചാവേർ ആക്രമണം നടന്നിരുന്നു. അതുപോലെ തന്നെ വീണ്ടും ഒരു ചാവേർ ആക്രമണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ആക്രമണത്തിൻ്റെ ഒരു ശൈലി മനസ്സിലാക്കിയാൽ, ഈ ആദ്യം ചാവേർ ആക്രമണം, അതിനുശേഷം ഈ വെടിവെപ്പ് എന്ന രീതിയിലാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ഇത് ടെഹ്രിക്ക് താലിബാന്റെ ശൈലിയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നമുക്കറിയാം, ഖൈബർ പഖ്തൂൺഖ്വയിൽ ഉൾപ്പെടെ ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാവുകയും 700-ലധികം ആളുകൾ മരിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് വലിയ ഒരു ഫേസ് ഓഫ് എന്ന തരത്തിൽ തന്നെ പാകിസ്ഥാനും ഈ താലിബാൻ സംഘടനയും തമ്മിൽ നിൽക്കുന്നത് നമുക്കറിയാമായിരുന്നു. അതുമാത്രമല്ല, ഈ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ ഇപ്പുറത്ത് അഫ്ഗാനിസ്ഥാൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇത് പാകിസ്ഥാൻ്റെ സ്വസ്ഥമായ ഒരു മുന്നോട്ട് പോക്കിനെ വലിയ രീതിയിൽ വെല്ലുവിളി ഉയർത്തുന്നതാണ് ഈ സംഘടന എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നിരന്തരം ആക്രമണങ്ങൾ പാകിസ്ഥാൻ ഭരണകൂടം അല്ലെങ്കിൽ പാകിസ്ഥാൻ മിലിറ്ററി ഈ ടെഹ്രിക്ക് താലിബാൻ്റെ ആസ്ഥാനങ്ങളിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതേ സമയത്ത് അവർ തിരിച്ചും പ്രത്യാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അതിൽ ഏറ്റവും അവസാനം ഇതാ പെഷവാറിലുള്ള FC ചൗക്കിലുള്ള ഈ സൈനികാസ്ഥാനത്ത് തന്നെ, അർദ്ധസൈനിക ആസ്ഥാനത്ത് തന്നെ ഒരു വലിയ ആക്രമണം ഉണ്ടായിരിക്കുന്നു. 3 സൈനികർ മരിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ പ്രതികരണവുമായി രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. TTP, ടെഹ്രിക്ക് താലിബാൻ എന്ന് പറയുന്ന ഈ വലിയ ഭീകര സംഘടനയെ രാജ്യത്തു നിന്ന് തുരത്തണം എന്ന പ്രസ്താവനയുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യമുണ്ട്. നിലവിൽ ആരാണ് ഇത് പിന്നിൽ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്നാൽ ടെഹ്രിക്ക് താലിബാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ആളുകളുടെയും ട്വിറ്റർ പോസ്റ്റുകൾ, എക്സ് പോസ്റ്റുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇതിന് പിന്നിൽ ടെഹ്രിക്ക് താലിബാനാണ് എന്നതാണ്. TTPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പലരുടെയും എക്സ് പോസ്റ്റുകളിൽ മൂന്ന് പോരാളികളാണ് ഇതിൽ പങ്കെടുത്തത്, അവരാണ് ഈ മിഷൻ നടത്തിയത് എന്ന തരത്തിലുള്ള പോസ്റ്റുകൾ എക്സിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഔദ്യോഗികമായി ടെഹ്രിക്ക് താലിബാന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നോ ഇതിന് പിന്നിൽ ആരാണ് എന്നതിലൊരു സ്ഥിരീകരണം വന്നിട്ടില്ല. അനുജ, പാകിസ്ഥാനിലെ പെഷാവറിലാണ് അർദ്ധസൈനിക വിഭാഗത്തിന്റെ ആസ്ഥാനത്തിൽ ചാവേർ ആക്രമണമുണ്ടായത്. തുടർന്ന് നടന്ന വെടിവയ്പിൽ 3 സൈനികർ മരിച്ചു. ഭീകരാക്രമണം തെഹ്രീക്കെ താലിബാൻ ആണ് ഇതിന് പിന്നിൽ എന്നതാണ് പ്രാഥമിക നിഗമനം. ഭീകരവാദികൾ സൈനികാസ്ഥാനത്തിനകത്തേക്ക് കയറി എന്ന വിവരമുണ്ട്. ഇപ്പോഴും ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട് എന്നതാണ് ജിഷ്ണു രവീന്ദ്രൻ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.